ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തല എല്ലാം കട്ട ഫൈറ്റിലാണ്. അപ്പം 5 കൊല്ലം മുമ്പ് കേരളത്തിലെ നിയമസഭാ കക്ഷി കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിയമസഭാ കക്ഷി യോഗം ആ ഒരു പ്രതിപക്ഷത്തായിരുന്നു. ചേരുമ്പോഴും വലിയ ചർച്ചയായിരുന്നു ആരായിരിക്കും അടുത്ത പ്രതിപക്ഷം. കാര്യം ഉമ്മൻചാണ്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് അടുത്തവണ അധികാരം പോയപ്പോൾ രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആക്കിയത്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പോരാട്ടങ്ങളെല്ലാം വിജയിച്ചെങ്കിലും ജനവിധിയിൽ അത് സ്വാധീനിച്ചില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി തിരിച്ചു വരണമെന്നുള്ള ഒരു ചർച്ച പോലും ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയെ തന്നെ നേതാവാക്കി കാണാനാണ് ആഗ്രഹിച്ചത്. അപ്പം ആ സമയത്ത് വന്നൊരു പോസ്റ്റാണ് ഇപ്പോൾ പുതിയ ചർച്ച, സോഷ്യൽ മീഡിയ പോസ്റ്റ്. അത് അന്ന് അഖിൽ മാരാർ, നമുക്കറിയാം അഖിൽ മാരാർ അറിയാം, സിനിമാക്കാരനാണ്, ബിഗ് ബോസിലുണ്ടായിരുന്നു. പോരാത്തതിന് ഇപ്പൊ അദ്ദേഹം അതെ 2020 സ്ഥാനാർത്ഥിയായി BJP പക്ഷത്തായി. പക്ഷെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അന്ന്. അഖിൽ മാരാർ എഴുതിയൊരു കുറിപ്പ് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്നു. അപ്പൊ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇത്തവണ അഖിൽ മാരാർ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമെന്ന് കരുതുന്നവരും ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അഖിൽ മാരാറെ കൈവിട്ടു. എന്തായാലും അഖിൽ മാരാർ മെയ് 21 കഴിഞ്ഞ വർഷമല്ല 2023 എഴുതിയൊരു കുറിപ്പാണ്. രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിനെ അഭിമാനപൂർവ്വം ഓർക്കുന്നു. 29-ാം വയസ്സിൽ മന്ത്രിയായ വ്യക്തി. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലിരുന്ന കാലയളവിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റായിരുന്ന വ്യക്തി. ഇന്ത്യയിലെ 5 മുഖ്യമന്ത്രിമാർ മമത ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ സഹഭാരവാഹികളായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തുടരുന്നൊരു സാധനമാണ്. പക്ഷേ അത് ഇത് എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ നിയമസഭാ കക്ഷിയിലെ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഭൂരിപക്ഷമെങ്കിലും VD സതീശനെയാണ് ആക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നത് എങ്ങനെയാണ്: ഞാനിത് പറഞ്ഞത് നാളിതുവരെയായി കോൺഗ്രസിലെ വിവിധ നേതാക്കൾ അഴിമതി ആരോപണങ്ങളിൽ പെട്ടിട്ടും അധികാരം കയ്യിലിട്ട് അമ്മാനമാടിയ അവസ്ഥ ഉണ്ടായിട്ടും രമേശ് ചെന്നിത്തല അതിലൊന്നും പെടാതെ തലയുയർത്തി അഭിമാനപൂർവ്വം നിന്നു. സോളാർ വിഷയത്തിൽ കെ.സി. വേണുഗോപാൽ മുതൽ ഹൈബി ഈഡൻ വരെ ആരോപണകാരായപ്പോൾ ഉന്നത സ്ഥാനത്തിരുന്ന രമേശ് ചെന്നിത്തലയെ അതിലൊന്നും ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അഴിമതി വിരുദ്ധ മുഖച്ഛായയുള്ള കോൺഗ്രസ് നേതാക്കളിൽ മുൻനിരയിലാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ പിൻവലിച്ച കൃത്യമായ ഇടപെടൽ നടത്തിയ മികച്ച നേതാവ് തന്നെയാണ് അദ്ദേഹം. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം അഖിൽ മാരാർ 2021 ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും കേരളത്തിലെ ഗ്രൂപ്പുകളെ അവഗണിച്ച് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയ ബുദ്ധി വേണുഗോപാലിൻ്റെതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ഞാൻ പറയാം. ഗ്രൂപ്പുകൾ സതീശനെ ഇടം വലം മുറക്കും. നിയമസഭാ പ്രസംഗങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും സതീശൻ ചെന്നിത്തലയേക്കാൾ ശോഭിക്കും. പക്ഷേ ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ സതീശനെ ഒറ്റപ്പെടുത്തും. പതിയെ വേണുഗോപാൽ രക്ഷകനായി കേരളത്തിൽ അവതരിപ്പിക്കും. ഈ 5 വർഷത്തോടെ കോൺഗ്രസിൻ്റെ കാലം ഒരു തലമുറ മാറ്റം കൊണ്ടുവരും. മുതിർന്ന പലരും ഈ 5 വർഷത്തോടെ കാലാവശേഷർ ആകും. കെ.സി. വേണുഗോപാൽ പൂർണ്ണമായും ശക്തി നേടി തിരികെ എത്തും. പിണറായി വിജയന് ശേഷം ഇടതുപക്ഷത്തിൽ നിന്ന് ആരെന്ന സംശയം ഉടലെടുക്കും. ആരെയും അനുസരിക്കാത്ത അവസ്ഥ ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കും. ഈ സമയം വേണുഗോപാൽ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ അമരത്വം ഏറ്റെടുക്കും. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വേണുഗോപാൽ വരും. ഏതായാലും കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുറിപ്പ് എഴുതുന്നത്. അതായത് രമേശ് ചെന്നിത്തലയെ പുറത്താക്കി VD സതീശനെ പ്രതിപക്ഷ നേതാവ് ആക്കിയത് കെ.സിയുടെ ബുദ്ധിയാണ് എന്നാണ് അദ്ദേഹം. പിന്നീട് ഇത് തിരിച്ചടിയായി മാറും VDക്ക് എന്ന തന്നെയാണ് അന്ന് ഇയാൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് VD മാറും, കെ.സി വരും. പക്ഷേ ഇപ്പം VD ഇത് മനസ്സിലായി എന്തുകൊണ്ടും ഫൈറ്റ് ചെയ്യാണ് കെ.സിക്കെതിരെ. പക്ഷേ കെ.സി അതിനെ അതിജീവിച്ച് എല്ലാ എതിർപ്പുകളെ അതിജീവിച്ച് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി എത്തിയാൽ അത് ഈ അഖിൽ മാരാറിൻ്റെ ഒരു ദീർഘവീക്ഷണം, പ്രവചന സ്വഭാവമുള്ള അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, പിണറായി വിജയന് ശേഷം CPM-നെ നയിക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് പുള്ളി. അത് സംഭവിച്ചു കഴിഞ്ഞു. ആരുമില്ലാത്ത അവസ്ഥയായി. ഒരു വലിയ നേതാവ് ഇല്ല. ബാലഗോപാൽ എന്ന് പറയുമ്പോൾ അത്രയും വലിയ നേതാവല്ലല്ലോ, സ്റ്റേച്ചറുള്ള നേതാവല്ലല്ലോ. അപ്പം പിണറായി വിജയന് ശേഷം അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. കോൺഗ്രസിലാണെങ്കിൽ സതീശനും കെ.സി. വേണുഗോപാലും തമ്മിൽ തല്ലുന്നു. കെ.സി. വേണുഗോപാലാണ് സതീശനാക്കിയത്. അവരൊരു ഗ്രൂപ്പായിരുന്നു അന്ന്. ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കളിയുടെ ഒരു ഭാഗമായിരുന്നു എന്നാണ് അന്നേ അഖിൽ മാരാർ പ്രവചിച്ചിരുന്നത്. ഇന്നിപ്പം NDA പക്ഷതാണെങ്കിലും ഇപ്പം അഖിൽ മാരാറുടെ പോസ്റ്റാണ് വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഈ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചേറിയ ഈ സതീശൻ ഗ്രൂപ്പിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗത്ത്. പക്ഷെ അതിലുപരി ഇപ്പം ഈ പോസ്റ്റ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുക.
പലരും അതേപോലെ ഏഷ്യാനെറ്റിന്റെ ഒരു ചാനൽ ചർച്ചയിലും പുള്ളി ഇതേ വികാരം പ്രകടിപ്പിച്ചിരുന്നു. അതെ 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 അതെ. അത് പറഞ്ഞ് അദ്ദേഹം കുറച്ചും കൂടെ കടന്നു പറഞ്ഞു, ചെന്നിത്തലയ്ക്കുണ്ടായ ഈ അപമാനം സതീശന് നേരിടേണ്ടി വരും എന്നാണ്. അന്നുണ്ടായ അപമാനം. അതായത് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുണ്ട്, ചെന്നിത്തലയെ ആക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അതിൻ്റെ ഒരു സാങ്കേതിക കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അധികാരത്തിൽ വരാൻ പറ്റാത്തതിൻ്റെ കാര്യം രമേശ് ചെന്നിത്തല കൊണ്ടല്ല, മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഉമ്മൻചാണ്ടിനെ പറഞ്ഞിട്ടും സതീശൻ വച്ച് KC വേണുഗോപാൽ വെട്ടി. അതേപോലെ ഇപ്പോൾ സതീശൻ പടം നയിച്ചു എന്നൊക്കെ പറയുമ്പോഴും സതീശന് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഇപ്പം നമ്മളിത് പറയുമ്പോൾ നിലവിലുണ്ട്. അതെ അതെ അതെ. ഇനി എന്താണ് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ പോകേണ്ടി വന്നാൽ അതൊരു സതീശനെ സംബന്ധിച്ച അപമാനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയും പ്രതിഷേധവും കൂടെ സംഘടിപ്പിച്ച സാഹചര്യത്തിൽ അങ്ങനെ എന്തായാലും KCയുടെ ഒരു വരവ്, KC മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തലയെ വെട്ടി 2021 VD സതീശനെ കൊണ്ടുവന്നത് എന്നൊരു തിരിച്ചറിവ് കൃത്യമായ രാഷ്ട്രീയ ചതുരംഗക്കളിയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. അതെ, അത് അഖിൽമാരാർ പറഞ്ഞു, അഖിൽമാരാറിനും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്.